الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. صدق الله مولانا العظيم. وقال أنس بن مالك رضي الله عنه: كانوا يتيقظون ما بين المغرب والعشاء يصلون. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. വിഷയങ്ങളിലൊക്കെയും വിജയം തന്ന് എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷ പ്രദാനം ചെയ്യട്ടെ. രാപ്പകലുകൾ ഓരോന്നും കഴിഞ്ഞു തീരുകയാണ്. അതൊക്കെയും നമ്മുടെ ആയുസ്സിൽ നിന്നാണ് ഒക്കെയും തീരുന്നത് എന്ന ബോധ്യം, ആ ബോധവും നമുക്കുണ്ടാവണം. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയാണ്, മനുഷ്യൻ്റെ സമയങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ നല്ലതുകൊണ്ട് ധന്യമാക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഉപദേശമാണ് അദ്ദേഹം നമുക്ക് തരുന്നത്. ശ്രേഷ്ഠമായ സമയം ധന്യമാക്കാൻ ശ്രദ്ധിക്കണം. അതേതാ അങ്ങനെ ഒരു സമയം? ബഹുമാനപ്പെട്ടവർ പറയണം, പിന്നെ ومن المستحب المتأكد إحياء ما بين العشاءين بصلاة وهو الأفضل. ശക്തിയായ എന്ന് പറഞ്ഞാൽ ചെറിയതൊന്നുമല്ല, വലിയ ഒരു സുന്നത്താണ് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം ഹയാത്താക്കുക എന്ന് പറയുന്നത്. ഹയാത്താക്കുക, മരിപ്പിക്കുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ ആലങ്കാരിക പ്രയോഗമാണ്. മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതാക്കുകയാണ്. ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തെങ്കിലുമൊക്കെ ഉള്ളതാക്കുക. എന്നാൽ ഇശ മഗ്രിബിന്റെ ഇടയിലുള്ള സമയത്തെ ഹയാത്താക്കണം എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കണം. ആ സമയം നമ്മൾ വെറുതെ ആകാൻ പാടില്ല, എന്തെങ്കിലും ചെയ്യണോ ഇതിന്റെ അർത്ഥം. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം ഹയാത്താക്കൽ ശക്തിയായ സുന്നത്തുകളിൽ പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയത്തെ ധന്യമാക്കേണ്ടത്? നിസ്കാരം മാത്രമേ ഉള്ളൂ ആ സമയത്ത്? അല്ല, നിസ്കാരമാണ് ആ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായത്. ഔ തിലാവത്തി ഖുർആനി, അല്ലെങ്കിൽ ഖുർആൻ ഓത്തുകൊണ്ട് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം ധന്യമാക്കണം. ഔ ദിക്രില്ലാഹി തആല മിൻ തസ്ബീഹിൻ ഔ തഹ്ലീലിൻ ഔ നഹ്വി ദാലിക, അല്ലെങ്കിൽ ഖുർആനോത്ത്, അല്ലെങ്കിൽ തസ്ബീഹ്, തഹ്ലീൽ, വല്ല ദിക്റുകളും ചൊല്ലിയിട്ട് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഗ്യാപ്പ് വരാൻ പാടില്ല. മഗ്രിബ് കഴിഞ്ഞ് ഇശായിന്റെ ഇടയിലുള്ള സമയം എന്തെങ്കിലും ഇബാദത്ത് ചെയ്തുകൊണ്ട് തന്നെ എന്താക്കണം? കണ്ടിന്യൂ ആയിട്ട് വരണം. കാരണം വഖത്തുകളുടെ കൂട്ടത്തിൽ അഷ്റഫുണ്ട് എന്ന് പറഞ്ഞാൽ സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയമുണ്ട്. ആ സമയമാണ് ഈ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം. ഏറ്റവും ശ്രേഷ്ഠതയുള്ള, മഹത്വമുള്ള, ബഹുമാനമുള്ള സമയത്തിൽപ്പെട്ടതാണ്. എന്തെങ്കിലും ഇബാദത്തുകൾ ദിനചര്യയാക്കിയിട്ട് ആ സമയം മുഴുവനും പരിപാലിക്കപ്പെടണം. ഈ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം വെറുതെ ആകരുത്. എന്തെങ്കിലും അശ്രദ്ധകൾ വന്നു പോകാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും പാഴായ പ്രവർത്തനങ്ങൾ ചെയ്തു പോകാതെ ശ്രദ്ധിക്കണം. ചില ആളുകൾ വെറുതെ നിൽക്കുന്ന കാണാം, അശ്രദ്ധയാണ്. ചില ആളുകൾ അനാവശ്യമായിട്ടുള്ള ജോലികളിൽ, പ്രവൃത്തികളിൽ ഏർപ്പെടും. പാഴ്വേലകൾ, ആക്രമത്തിൽ കൂലി കിട്ടാത്ത പ്രവൃത്തികൾ, അതിലും ആ സമയത്ത് ഏർപ്പെട്ടു പോകരുത്. അപ്പൊ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം
വളരെ ശ്രേഷ്ഠമുള്ള സമയമാണ്. ആ സമയത്തെ നല്ല കാര്യങ്ങളെ കൊണ്ട്, സുഹൃത്തുക്കളെ കൊണ്ട് നിറക്കാൻ ഓരോ വിശ്വാസികളും ശ്രദ്ധിക്കണം എന്ന ഉപദേശമാണ് മഹാനവറുകൾ തന്നത്. പഴയ കാലം ചെറുതായിട്ടൊന്ന് മുതിർന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. മഗ്‌രിബ് കഴിഞ്ഞിട്ട് ചില ആളുകളൊക്കെ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകണ ഒരു തിരക്ക് പിടിച്ച സമയമാണ്. പക്ഷേ വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിൽ നിന്ന് ശബ്ദം കേൾക്കുമായിരുന്നു. ആ ശബ്ദം കൊണ്ട് തിരിച്ചറിയാമായിരുന്നു ഈ വീട് ഏത് വീടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ആ വീടുകളുടെ ഉള്ളിൽ നിന്ന് യാസീൻ ഓത്ത് കേൾക്കുമായിരുന്നു, തബാറക സൂറത്തിന്റെ ഓത്ത് കേൾക്കുമായിരുന്നു, അതുപോലെ ഇദാ വഖഅത്തി കേൾക്കുമായിരുന്നു, തഹ്ലീലുകൾ ചൊല്ലുന്നത് കേൾക്കുമായിരുന്നു. മദ്രസയിലെ കുട്ടികൾ അവിടുത്തെ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതും ഖുർആൻ ഓതുന്നതും പുറത്തേക്ക് കേൾക്കുമായിരുന്നു. അത് കേട്ടാൽ മനസ്സിലാക്കാം ഇത് ഇന്ന ആളുടെ വീടാണ്, ഇന്ന വീടാണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇന്നിപ്പോ നമ്മളൊരു വഴിയോരത്തു കൂടെ നമ്മൾ നടന്നു പോവുക, രണ്ട് സൈഡുമുള്ള വീടുകൾ പരിശോധിക്കുക. ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഇതുപോലുള്ള സുഹൃതങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ മിക്കയിടങ്ങളിലും ഇല്ല എന്ന് മാത്രമല്ല, പകരം ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്ന അതിന്റെ ശബ്ദങ്ങളായിരിക്കും പുറത്തേക്ക് കേൾക്കുക. സീരിയലുകളും ബാക്കിയുള്ള മുഹൂർത്ത സമയം അനാവശ്യ പ്രവർത്തികളിലാണ് ചെലവാക്കുന്നത് എന്നൊരു സങ്കടകരമായ ഒരു സാമൂഹിക അവസ്ഥ വന്നുപോയിട്ടുണ്ട്. നമ്മളിവിടെ മുസ്ലിമീങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നന്മയാണ് നമുക്ക് വേണ്ടത്, വീട്ടിൽ ബർക്കത്താണ് വേണ്ടത്, ജീവിതത്തിൽ ഐശ്വര്യമാണ് വേണ്ടത്, ആയുസ്സിൽ വർധനമാണ് വേണ്ടത്, ജീവിതത്തിൽ നമ്മൾക്കെപ്പോഴും ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണ് വേണ്ടത്. എങ്കിൽ പിന്നെ ഈ നല്ല സമയങ്ങളൊക്കെ പടച്ച റബ്ബിന്റെ അടിമകളാകുന്ന നമ്മൾ ആ പടച്ച റബ്ബിലേക്ക് എന്തെങ്കിലും സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ട് ചെലവഴിക്കണം. എങ്കിലാണ് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നത് എന്നുള്ളൊരു സൂചന ബഹുമാനപ്പെട്ടവർക്ക് തരികയാണ്. പിന്നെ ഈ സമയത്ത് ചില ആളുകൾക്ക് ഒരു ദുശ്ശീലം കുറവാണ്, ചില അപൂർവ ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ എന്തായിരുന്നാലും ആ സമയത്ത് ചില ആളുകളുണ്ടാവും മഗ്‌രിബ് കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ട് ക്ഷീണം വന്നു, അങ്ങനെ വേഗം വന്നിട്ടുണ്ടാകും. മഗ്‌രിബ് കഴിഞ്ഞിട്ട് വെറുതെ കിടന്നത് അപ്പോൾ ഉറങ്ങി. ആ സമയത്ത് ഉറങ്ങുന്നത് കറാഹത്താണ്. ആ സമയത്ത് ഉറങ്ങൽ കറാഹത്താണ്. ഇശമാരിന്റെ ഇടയിൽ ഉറങ്ങൽ കറാഹത്താണ് എന്ന് മാത്രമല്ല, ആ സമയത്ത് ഉറങ്ങുന്നത് ജൂതന്മാരുടെ ഒരു സംസ്കാരമായിട്ടാണ് കിതാബുകളിൽ കാണുന്നത്. ജൂതന്മാർ ആ സമയത്ത് ഉറങ്ങുക ആ ഒരു സംസ്കാരമാണ്, അത് നമുക്ക് പറ്റൂല എന്നല്ല. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞൊരു ഹദീസുണ്ട്, മൻ നാമ ഖബല സ്വലാത്തുൽ ഇശാഇൽ ആഖിറ, ഇശ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ ഫലാ അനാമല്ലാഹു അലൈഹി, ഓന്റെ കണ്ണിന് പിന്നെ അള്ളാഹ് ഉറക്ക് കൊടുക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പിന്നെ ഓന്റെ ഉറക്ക് കല്ലത്താകുകയുള്ളൂ. കൃത്യമായിട്ടുള്ളൊരു പിന്നെ ഒരു ക്രമാധീനമായിട്ട് ഓന്റെ ഉറക്ക് വരൂല. ക്രമാതീതമായിട്ട് എന്താവും, ചിലപ്പോ അതൊക്കെ ആകെ താളം തെറ്റും, അതിന് കാരണമാകും എന്നാണ് അതിന്റെ സൂചന. അപ്പൊ അതുകൊണ്ട് ഇശ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നേരത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്കുള്ള പ്രതിഫലം, തഹജ്ജുദ് നിസ്കാരത്തിന് വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രതിഫലം ഇശ മഗ്‌രിബിന്റെ ഇടയിൽ സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾക്കുണ്ട്. നമ്മൾ രാത്രി നിസ്കാരം കൊണ്ട് നിസ്കാരം ഉണ്ടല്ലോ, ഖിയാമുൽ ലൈൽ, ആ ഖിയാമുൽ ലൈലിന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതിഫലം ഈ നിസ്കാരത്തിന് ഉണ്ട്. ഞാനൊരു ആയത്ത് ഓതിയിരുന്നു, സൂറത്തു സജദയിലെ ആയത്താണ്. അതില് കിടപ്പുറമിട്ട് അള്ളാഹുവിന്റെ ഇബാദത്തിൽ വ്യാപൃതരാകുന്ന മുഅ്മിനീങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ആയത്താണ്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാനൂ യതയഖബൂന മാ ബൈനൽ മഗ്രിബി വൽ ഇശാഇ യുസല്ലൂൻ. സ്വഹാബത്തിന്റെ ജീവിത രീതി അനസ് എന്നവർ വിവരിക്കുകയാണ്. കാനൂ യതയഖബൂൻ, സ്വഹാബികളൊക്കെ ആ സമയത്തോട് ഉണർന്നിരിക്കുന്ന സമയമാണ്. ആ സമയം അവര് ശ്രദ്ധിച്ചിരിക്കുന്ന സമയമാണ് സ്വഹാബത്ത്. മാ ബൈനൽ മഗ്രിബി വൽ ഇശാ, അവരൊക്കെ ഇശ മഗ്‌രിബിന്റെ ഇടയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നവരാണ്. എങ്ങനെയാണ് അവരുടെ ഉണർന്നു പ്രവർത്തനം? യുസല്ലൂൻ, നിസ്കരിക്കുമായിരുന്നു. ആ സമയത്ത് സ്വഹാബത്തിന്റെ പതിവ് അങ്ങനെയാണ്. ആ സമയത്ത് ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരമുണ്ട് കേട്ടോ. നമ്മള് ഈ പൂർവാഹന സമയത്ത് ളുഹ നിസ്കരിക്കും, ഉറങ്ങി എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. ഇതുപോലുള്ള ഒരു സ്പെഷ്യൽ നിസ്കാരം ഇശ മഗ്‌രിബിന്റെ ഇടയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിന് പറയുന്ന പേര് സ്വലാത്തുൽ അവ്വാബീൻ, അവ്വാബീൻ നിസ്കാരം എന്നാണ്. അതിന് മറ്റൊരു പേരുണ്ട്, സ്വലാത്തുൽ
ഗഫ്ല, സ്വലാത്തുൽ ഗഫ്ല എന്ന്. ആളുകൾ അശ്രദ്ധമായി പോകുന്ന നേരത്ത് നിസ്കരിക്കുന്ന നിസ്കാരം എന്ന അർത്ഥത്തിന് സ്വലാത്തുൽ ഗഫ്ല എന്ന പേരുണ്ട്. അപ്പൊ സ്വലാത്തുൽ ഗഫ്ല അല്ലെങ്കിൽ സ്വലാത്തുൽ അവ്വാബീൻ. അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങുക, അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേരുക, അങ്ങനെയുള്ള ആളുകളുടെ നിസ്കാരം എന്ന അർത്ഥത്തിനാണ് സ്വലാത്തുൽ അവ്വാബീൻ. ഇങ്ങനൊരു നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരം. അത് ഇശ മഗ്‌രിബിന്റെ ഇടയിലാണ്. അത് എത്രയാ? ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. അതിന്റെ ഒരു മാക്സിമം പറയുന്നത് 6 റക്അത്താണ്. 6 റക്അത്ത് അല്ലെങ്കിൽ 2 റക്അത്ത്. അപ്പൊ 2 6 അല്ലെങ്കിൽ ഇനിയിപ്പോ 4 ആണെങ്കിൽ 4 റക്അത്ത് അത് നിസ്കരിക്കുക. അതാണ് അവ്വാബീൻ നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരം. അത് ഇശ മഗ്‌രിബിന്റെ ഇടയിലാണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യും, വെറുതെ കടകളിൽ പോയി ഇരിക്കുകയോ റോഡ് സൈഡ് പോയിട്ട് കമ്പിയും പിടിച്ച് നിൽക്കുകയോ ചെയ്യുന്നതിന് പകരം മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടുക. ഒഴിവുള്ള ആളുകളൊക്കെ അങ്ങനെ ആയാൽ എന്തൊരു മട്ടം ഉണ്ടാകും, എത്ര മനോഹരമായിരിക്കും. അവരാ സമയത്ത് യാസീൻ ഓതാൻ പറ്റുന്നവരങ്ങനെ, മറ്റുള്ള ഓത്തിന്റെ താല്പര്യമുള്ള ആളുകൾ അങ്ങനെ, നിസ്കരിക്കാൻ പറ്റുന്നവരങ്ങനെ. അപ്പൊ ആ നിസ്കാരത്തിൽ മഗ്‌രിബിന്റെ ശേഷമുള്ള റവാത്തിബ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട അവ്വാബീൻ നിസ്കാരമൊക്കെ നിയ്യത്ത് വെച്ചിട്ട് തന്നെ 2 4 6 ഒക്കെ നിസ്കരിക്കുക. ഇനി അതിലധികം വെറുതെ മുത്തലഖ് സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ അതും നിസ്കരിക്കുക. എന്തായിരുന്നാലും ഇശ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം നമ്മൾ ധന്യമാക്കുകയും അതോടൊപ്പം നമ്മുടെ വീട്ടിലുള്ള ഉമ്മ മക്കളെയൊക്കെ ഉണ്ടാക്കണം. നമ്മൾ ഈ രൂപത്തിൽ സ്റ്റഡി ആവുകയൊക്കെ വേണം. അവരാ പഴമയിലേക്ക് പോകണം. ഇശ മഗ്‌രിബിന്റെ ഇടയിൽ കുട്ടികൾ പോകാൻ ഓതണം. വീട്ടുകാർ ദിക്റുകളും ഔറാദായിട്ട് കഴിയണം. എത്രയോ വീടുകളിൽ പോയാൽ കാണാം മഗ്‌രിബിന് ഇട്ട നിസ്കാരക്കുപ്പായം ആ ഉമ്മ അഴിച്ചു വെക്കുന്നത് ഇശാവ് കൂടി നിസ്കരിച്ചിട്ടാണ്. പറഞ്ഞാൽ നല്ല ശീലമാണ്. അതായത് ഫുൾ ടൈം, ആ ടൈം മുഴുവനും ഇബാദത്തിൽ നടക്കുന്നു എന്നുള്ള. അതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യവും ബറക്കത്തും. അതുകൊണ്ട് എല്ലാ ഉമ്മപങ്കന്മാരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല നന്മകൾ കൂടുതൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തിന്മകളിൽ നിന്നൊക്കെ ദൂരം പാലിക്കാൻ അല്ലാഹു നമുക്ക് നല്ല മനസ്സ്, ശക്തിയുള്ള മനസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ അല്ലാഹു തആല എല്ലാവിധ ദൂഷ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി അവരുടെ ഇഷ്ടക്കാരായ സ്വാലിഹികളായ ഇബാദിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.